ഒരു സ്ത്രീ ഏത് നേട്ടങ്ങൾ കീഴടക്കേണ്ടതും അത് ദുനിയവിയാവട്ടെ ആഖിറത്തിലുള്ളതാവട്ടെ, ആ നേട്ടങ്ങൾ ഓരോന്നും ഒരു സ്ത്രീ നേടിയെടുക്കേണ്ടത് അവളുടെ പുരുഷന്റെ തണലിലാവണമെന്നും അവളുടെ ശൈശവ കാലഘട്ടത്തിൽ പിതാവിന്റെ തൃപ്തിയും യൗവന കാലഘട്ടത്തിൽ ഭർത്താവിന്റെ തൃപ്തിയും നിർബന്ധമായും ഒരു സ്ത്രീ നേടിയെടുക്കണമെന്നും മുൻഗാമികളായ ഉലമാക്കൾ കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല സ്ത്രീകളെയും കൊണ്ട്, പല ഭാര്യമാരെയും കൊണ്ട് നരകതുല്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളും ഭർത്താക്കന്മാരും നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒരു പെണ്ണിന് നിയമം അനുസരിച്ചു കൊടുക്കുന്ന നിയമത്തിന്റെ ആനുകൂല്യങ്ങളും ആ നിയമത്തിന്റെ ആനുകൂല്യത്തെ അനീതിയാക്കി മാറ്റി ഏതാണിനെയും വരച്ച വരയിൽ നിർത്താനും ഭയപ്പെടുത്താനും ആണിന്റെ മാനം നഷ്ടപ്പെടുത്താനും ചില സ്ത്രീകൾ തുനിഞ്ഞിറങ്ങുന്നുണ്ട്. ആ നിയമത്തിന്റെ ആനുകൂല്യം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് പത്രത്തിലൂടെ നമ്മൾ വായിച്ചു, വിവാഹം കഴിച്ച ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും കോടതി കയറ്റി ഇല്ലാത്ത കള്ളത്തരങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ച് കെട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ സ്വഭാവക്കേട് കൊണ്ട് മാത്രം കെട്ടിയ ഭർത്താവും കുടുംബക്കാരും സങ്കടപ്പെടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതിനേക്കാളേറെ തൊട്ടടുത്ത ദിവസം നമ്മൾ കണ്ടു, തന്റെ ആർമിയിലുള്ള ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് തീവണ്ടി കയറുന്ന ഒരു ചെറുപ്പക്കാരൻ കമ്പാർട്ട്മെന്റിൽ കുശലം പറഞ്ഞു കൂടെ കൂടിയ പെണ്ണ് കുടിക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോ കയ്യിലുണ്ടായിരുന്നത് കൊടുക്കുകയും കുടിച്ച് പോക്കുറ്റിയായ പെണ്ണ് താൻ ഇറങ്ങേണ്ട സ്റ്റേഷനെത്തിയപ്പം പുറത്തേക്കിറങ്ങുന്ന സമയത്ത് ഭർത്താവിനെയും കുടുംബക്കാരെയും കണ്ടപ്പോ എന്നെ മദ്യം നൽകി പീഡിപ്പിച്ചു എന്ന് മീഡിയക്കാരോടും പത്രങ്ങളോട് പറയുകയും 13 ദിവസം ആ ആർമി ഉദ്യോഗസ്ഥനെ, ചെറുപ്പക്കാരനെ കേരളത്തിലെ സോഷ്യൽ മീഡിയകൾ കൊന്നു കൊല വിളിച്ചു. 13ാമത്തെ ദിവസം ആ പെണ്ണിന്റെ ശരീരത്തിൽ ഒരു രോമം പോലും അയാൾ തൊട്ടിട്ടില്ല എന്ന് പരിശോധനയിൽ തെളിഞ്ഞപ്പോ രക്ഷപ്പെടാൻ വേണ്ടി കുടിച്ച് പോക്കുറ്റിയായ പെണ്ണ് പറഞ്ഞൊരു കളവ് മാത്രമായിരുന്നു ആ ആരോപണം എന്ന് തിരിച്ചറിഞ്ഞപ്പോ അതിനേക്കാളും വലിയ ദുരന്തം ആണിന്റെ കുടുംബത്തിൽ വേറെയും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ പല ആണുങ്ങളെ കൊണ്ടും നരകതുല്യ ജീവിതം നയിക്കുന്ന പുരുഷന്മാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം കൃത്യമായ മഹത്തായ ചില ശ്രേഷ്ഠതകൾ ആണിനുണ്ട് എന്നും അത് വകവെച്ചു കൊടുക്കാത്ത പെണ്ണുങ്ങൾ ഏത് ഇംഗ്ലീഷ് പേരിട്ട് വിളിക്കുന്ന പെണ്ണാണെങ്കിലും ഏത് തറവാട്ടിലെ പെണ്ണാണെങ്കിലും ഒരിക്കലും അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ തണലിൽ അത്തരക്കാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും അള്ളാഹുവിന്റെ തിരുദൂതൻ അനുവദിച്ച് നൽകിയിട്ടില്ല. ഏതൊരു പെണ്ണും എന്ത് മഹത്തായത് നേടേണ്ടതും ഒരു പുരുഷന്റെ തൃപ്തിയിലാണ്. പുരുഷന്റെ തൃപ്തിയുണ്ടോ, ഭർത്താവിന്റെ തൃപ്തിയുണ്ടോ, ആ പെണ്ണിന്റെ നേട്ടമാണ് ഇസ്ലാം ഉന്നതയായ സ്ത്രീ എന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഒരു പുരുഷനാണ് സ്ത്രീയുടെ കൈകാര്യകർത്തൃത്വം. ഖവ്വാമൂന എന്നതിന്റെ അർത്ഥം അള്ളാഹു അനുവദിച്ചു കൊടുത്ത നിയന്ത്രണം ആണിന്റെ കയ്യിലാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം ഭരിക്കാനല്ല, മറിച്ച് ആ പെണ്ണിനെ സ്വർഗത്തിലെത്തിക്കാനും ആ കുടുംബത്തെ നന്മയിൽ കൊണ്ടു നടക്കാനും ധനം കൃത്യമായി ചെലവഴിക്കാനും ആധുനിക ഭ്രമത്തോട് താല്പര്യമില്ലാത്ത നിലക്ക് ഭാര്യനെയും മക്കളെയും കൊണ്ടു നടക്കാനും ഒരാണ് തന്റെ കുടുംബത്തെ നേർക്കുനേരെ റബ്ബിന്റെ സ്വർഗത്തിലെത്തിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അർരിജാലു, ആ ആണിനെ പെണ്ണ് അംഗീകരിച്ചേ മതിയാകൂ. ആ പെണ്ണിന്റെ ജീവിതത്തിൽ അള്ളാഹു അനുവദിച്ചു കൊടുത്ത നിയന്ത്രണം റബ്ബ് കഴിഞ്ഞാൽ പിന്നെ ആണിനെയാ. അവൻ അറിയണം തന്റെ പെണ്ണിന്റെ സ്വഭാവങ്ങളെ കുറിച്ച്, അവളുടെ സ്വപ്നങ്ങളെ കുറിച്ച്, അവളുടെ സമ്പത്തിനെ കുറിച്ച്, അവൾ വാങ്ങിക്കൂട്ടുന്നതിനെ കുറിച്ച്, അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് ആണറിയണം. അതുകൊണ്ട് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതും ആണിന്റെ സേവയില്ലാതെ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് മതി
എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു പെണ്ണ് വിവാഹത്തിന് ശേഷം എന്ത് ധരിക്കുന്നുണ്ടോ അത് ഉമ്മാന്റെയും വാപ്പാന്റെയും തൃപ്തിക്ക് വാങ്ങിക്കൊടുത്തതാവാൻ മാത്രം പാടില്ല. വിവാഹം കഴിച്ച ചെറുപ്പക്കാരനോട് ചോദിക്കണം, ദീനീ ചിട്ടക്കുള്ളിലുള്ള വസ്ത്രമാണോ? അവൻ അനുവാദം കൊടുത്തേ മതിയാകൂ, അവനോട് അനുവാദം വാങ്ങിയേ മതിയാകൂ. അല്ലാതെ ചില നിലക്ക് ഓൻ എന്തെങ്കിലും ആവട്ടെ, ഓൻ അങ്ങനത്തോനായി പോയി എന്ന കാരണത്തിന്റെ പേരിൽ ഉമ്മാന്റെ താല്പര്യത്തിനനുസരിച്ച് ഭൗതികതയുടെ ഭ്രമത്തിൽ പെൺമക്കളെ അണിച്ചൊരുക്കി കൊണ്ടു നടക്കാൻ ആണുള്ളപ്പോ, മഹർ കൊടുത്തൊരാണുള്ളപ്പോ ഒരു ഉമ്മാക്കും അവകാശമില്ല. ആ ആണിനോട് ചോദിക്കണം, എന്റെ മകൾ ഏതു വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങണമെന്ന് ആ കെട്ടിയ ഭർത്താവ് തീരുമാനിക്കണം. ഇങ്ങനെയുള്ള ബഹുമാനങ്ങളും ആദരവും പല കുടുംബത്തിലും പുരുഷന്മാർക്ക് കൊടുക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഒരു ബഹുമാനം പുരുഷനാവട്ടെ ഭർത്താവിനാകട്ടെ ആരും സ്വീകരിക്കുന്നില്ല, പലരും ചോദിക്കുന്നില്ല. ആണിന്റെ സങ്കടങ്ങൾ ആളുകൾ ചോദിക്കുന്നില്ല. ആണിന്റെ ദാരിദ്ര്യം, ആണിന്റെ സാമ്പത്തിക സ്ഥിതി, ആണിന്റെ ഭക്ഷണം, ആണിന്റെ സ്നേഹം, ഒരാണിന് കിട്ടേണ്ട പരിഗണന, ഇതൊന്നും പല കുടുംബത്തിലും പല ഉമ്മാരും ശ്രദ്ധിക്കുന്നില്ല, ഭാര്യമാരും ശ്രദ്ധിക്കുന്നില്ല. നാടൊട്ടുക്കും ആഴ്ചയിലെ 5 ഖുർആൻ ക്ലാസ് പോകുന്ന ഒരു ഭാര്യക്ക് തന്റെ വീട്ടിൽ ജീവന്റെ പ്രാണന്റെ പാതിയായി റബ്ബേൽപ്പിച്ചു തന്ന ആണിനെ അവന്റെ മനസ്സിന്റെ തൃപ്തി നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ 5 അല്ല 500 ഖുർആൻ ക്ലാസ് പോയി ഖുർആൻ പഠിച്ചിട്ടും കാര്യമില്ല, എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഈ ലോകത്തെ പഠിപ്പിച്ച ഇസ്ലാം എന്ന മതമാണ്. ചില ആളുകൾക്കാവട്ടെ ഭാര്യമാർക്കാവട്ടെ ഇങ്ങോട്ട് കിട്ടാനുള്ളതിനെ പറ്റിയേ ചർച്ചയുള്ളൂ. അതിന്റെ കണക്ക് മാത്രമേ പല വാപ്പാരും ഉമ്മാരും പെൺമക്കളെ പറ്റി ചിന്തിക്കാറുള്ളൂ. കെട്ടിച്ചുവിട്ട മകൾ ഭർത്താവിനെ പരിഗണിക്കുന്നുണ്ടോ? അവന്റെ വീട്ടുകാരെ പരിഗണിക്കുന്നുണ്ടോ? അവന് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? അവന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടോ? അവനോടൊരു നല്ല സംസാരിക്കുന്നുണ്ടോ? ഇതൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും മകൾക്ക് മാസാമാസം കിട്ടാനുള്ളതും വാങ്ങിക്കൊടുക്കാത്തതും ചെയ്തു കൊടുക്കാത്തതിന്റെയും കണക്ക് നിരത്തി ഒരാണിനെ ഭയപ്പെടുത്താൻ വാപ്പയും ഉമ്മയും തയ്യാറായാൽ പോലും ആ വാപ്പയും ഉമ്മയും അള്ളാന്റെ അടുത്ത് കുറ്റക്കാരാ. അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഈ ലോകത്ത് റബ്ബിന്റെ മുൻപിൽ മറ്റൊരാൾക്കൽ ആരെങ്കിലും അടിമകൾക്ക് മുൻപിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലൗ അമർതു അഹദൻ യസ്ജുദ ലി അഹദിൻ, റബ്ബല്ലാത്ത മറ്റൊരാളെ മുൻപിൽ സുജൂദ് ചെയ്യാൻ എനിക്ക് അനുവാദം കിട്ടുമായിരുന്നെങ്കിൽ, എനിക്ക് പറയാൻ അനുവാസനം കിട്ടുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. മിൻ ഇളമി ഹഖിഹി അലൈഹ, അവനോടുള്ള അവകാശം കാരണത്താൽ റബ്ബല്ലാത്ത മറ്റൊരാളെ മുൻപിൽ സുജൂദ് ചെയ്യാൻ റബ്ബ് എനിക്ക് അനുവാദം തരുമായിരുന്നെങ്കിൽ. മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, വലാ തജിദു ഇംറഅത്തുൻ ഹലാവത്തൽ ഈമാൻ, ഒരു പെണ്ണിനും ഈമാനിന്റെ മധുരം നുകരാൻ സാധിക്കുകയില്ല. ഹത്താ തുഅദ്ദിയ ഹഖ്ക സൗജിഹാ, അവളുടെ ഭർത്താവിനോട് ഏറ്റവും നല്ല ഹക്കോടുകൂടി പെരുമാറാൻ അവൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, ആ ഭർത്താവിന്റെ അവകാശം വകവെച്ചു കൊടുക്കാനും അയാൾക്ക് അർഹതപ്പെട്ടത് മനസ്സമാധാനമാക്കി തിരിച്ചു കൊടുക്കാനും ഒരു പെണ്ണിന് പറ്റിയിട്ടില്ലെങ്കിൽ, വലാ തജിദു ഇംറഅത്തിൻ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മധുരം അവൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ, ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണാര ഭർത്താവിനെ അനുസരിക്കുന്നവൾ, ഭർത്താവിന്റെ മനസ്സറിയുന്നവൾ. ആ ആണിനെ മനസ്സിലാക്കി അനുസരണക്കേട് പിശാചിൽ നിന്നാണെന്ന് ബോധ്യപ്പെട്ട് ആണിന്റെ ചിന്തകൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിനെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടു നടക്കുന്നവർ. മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഇദാ സല്ലത്തുൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 വക്ത് നിസ്കരിക്കുകയും വസ്വാമത്ത് ശഹ്റഹ, റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയും വഹഫിലത്ത് ഫർജഹ, അവൾ അവളെ തന്നെ സൂക്ഷിക്കുകയും ചെയ്താൽ വഅതാഅത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ഖീല ലഹ, അവളോട് വിളിച്ചു പറയപ്പെടും, ഉദ്ഖിലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഏതു വാതിലിലൂടെയും പെണ്ണെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം. ഒരാണിന് ഇസ്ലാം കൊടുക്കുന്ന ശ്രേഷ്ഠതയാണത്.